ആദ്യത്തെ പാക്കറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നുണ്ടല്ലോ. ടേസ്റ്റി നിബിൾസിന്റെ സമുദ്ര സദ്യയാണ് മെയിൻ പാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഇഷ്ടം പോലെ സാധനമുണ്ട്. ആദ്യമായിട്ട് നല്ല അടിപൊളി മീൻ പീര, നല്ല മത്തിക്കറി, എന്നെ വെച്ച് ചെമ്മീൻ ഉണ്ടെന്ന് ചോദിച്ചു. ടേസ്റ്റി നിബിൾസിന്റെ ഈ പ്രോഡക്ട്സ് എല്ലാം റെഡി ടു ഈറ്റ് ആണ്. നമുക്കിത് ചൂടാക്കിയില്ലെങ്കിലും കഴിക്കാം. പക്ഷെ നമുക്ക് അടുപ്പൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ചൂടാക്കിയാണ് കഴിക്കുന്നത്. കാരണം ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതേ നല്ല കേരള ഫിഷ് കറി. അടുത്തത് ഷാപ്പിലെ കറി, തേങ്ങാപ്പാലിൽ അടച്ച മീൻ കറി, കുത്തരിച്ചോറ്. എത്ര നാളൊക്കെ ഇരിക്കും ഏകദേശം? എടാ ഇതുണ്ടല്ലോ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന് 18 months ഷെൽഫ് ലൈഫ് ഉണ്ട്. ഇത് ഇത്രയും കാര്യമാണ്. പക്ഷേ ഇവർ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഉണ്ട്, ജാപ്പനീസ് റെട്ടോ ടെക്നോളജി. അതായത് മിലിറ്ററി ഗ്രേഡഡ് വേൾഡ് ക്ലാസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. പിന്നെ കറികൾ ഇങ്ങനെ അവസാനിക്കുന്നില്ല. അടുത്തുണ്ടല്ലോ ചെമ്മീൻ മാങ്ങയിട്ട് കറി, ആടിനച്ചാർ, സ്ക്വിഡ്, നമ്മുടെ ഫ്രൈഡ് മസാല പ്രോൺസും അതുപോലെ പിക്കിൾസും റെട്രോട്ട് മെത്തേഡ് വഴി ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പിക്കിൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ യൂസ് ചെയ്യാനായിട്ട് 16 ഐറ്റം സാധനങ്ങൾ ഇതുണ്ടല്ലോ. ചെമ്മീൻ അച്ചാർ അങ്ങോട്ട് പോരട്ടെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇവിടെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന ഒരാളുണ്ടോ. ഈ കറികൾ തീർന്നതല്ലേ വിചാരിക്കുന്നത്. കൊഴും അച്ചാർ, പിന്നെ ഉള്ളത് കക്കയിറച്ചി ആർക്കാ വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. വെള്ളം ചൂടാക്കിയപ്പോഴേക്കും 5 to 10 minutes നമ്മൾ ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിടുക, ഒന്ന് ചൂടാക്കുക, കഴിക്കുക, അത്രയുള്ള സംഭവം. നമ്മളിത് ഇട്ടിട്ട് ഏകദേശം 7 minute 8 minute ആയി. സംഭവം പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചോറാണ് വെള്ളം. നിങ്ങൾക്ക് ഈ ഒരു കോംബോ പാക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ടേസ്റ്റി നിബിൾസിന്റെ ഈ ഒരു കോംബോ പാക്ക് നിങ്ങൾ ഓർഡർ ചെയ്തോ. അടിപൊളിയാണ്.